ഒരു ഇൻഫോർമേറ്റീവ് മിനി വ്ളോഗായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേക്കൊരു സ്മെല്ല് വരില്ലേ, ഗ്യാസ് ലീക്ക് ആവുന്ന സ്മെല്ല്, അത് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു. അപ്പോൾ അമ്മ നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈ ഗ്യാസ് പഴയ റെഗുലേറ്ററും അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ നമ്പറും 75 റുപ്പീസും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ റെഗുലേറ്റർ വരുമെന്ന്. അത് ആദ്യത്തെ അറിവാണ്. ഞാൻ വിചാരിച്ച് വലിയ എമൗണ്ട്, റെഗുലേറ്ററിനൊക്കെ വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കണത്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത്. എനിക്കൊരു ആദ്യത്തെ അറിവാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ റെഗുലേറ്റർ സംഭവം ഊരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മാറ്റി നോക്കട്ടെ. ഞാനിപ്പോൾ ഏജൻസിയിൽ പോയിട്ട് പുതിയ റെഗുലേറ്റർ മേടിച്ച് കണ്ട സുന്ദര കുട്ടപ്പൻ, കൊള്ളാം, നല്ല കളർ ഉണ്ട്, വൈറ്റ് പ്ലസ് റെഡ്, രസമുണ്ട്. എന്നാലും ഞാനത് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. ഫിറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇന്ന് പട്ടിണിയാണ്, അല്ലെങ്കിൽ പണി അറിയാവുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ടൊക്കെ വരേണ്ടി വരും. നോക്കട്ടെ. അപ്പോൾ ഗൈസ്, മിഷൻ അക്കംപ്ലിഷ്ഡ് ആയിരിക്കുകയാണ്, സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ആയിരിക്കുകയാണ്. ഐ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരില്ല, വേറെ പണി അറിയാവുന്ന ആരെയും വിളിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ കൈ തൊട്ടപ്പോൾ തന്നെ എല്ലാം സെറ്റായി. എന്നെ സമ്മതിക്കണം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഗ്യാസിൻ്റെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് ഞങ്ങളുടെ ഗ്യാസ് ഏജൻസി ഇന്ത്യൻ എന്ന് പറഞ്ഞ ഗ്യാസ് ഏജൻസിയാണ്. അപ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ ബാക്കി ഗ്യാസ് ഏജൻസിയിൽ ഇത് തന്നെയാണ് പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞു, പ്രൊസീജിയേഴ്സ്. എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് കൺസ്യൂമർ നമ്പർ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ഈ പഴയ റെഗുലേറ്റർ കൊടുക്കേണ്ടി വന്നു, 75 രൂപ ചെയ്യേണ്ടി വന്നു, അത്ര അടക്കേണ്ടി വന്നുള്ളൂ. അത്രയും പരിപാടി ഉണ്ടാവുള്ളൂ. ബാക്കി ഏജൻസിയിൽ ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം. ഇതെല്ലാം ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പാണോ. ബാക്കി എന്നാൽ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇൻഫോർമേറ്റീവ് വ്ളോഗാണിത്. ഇതല്ലാണ്ട് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. അപ്പോൾ അതിൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് പ്ലസ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ പേസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.